ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ച ഒരു സ്രാവ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി സ്രാവ് ഞാനിവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ തക്കാളി, ഒരു പീസ് ഇഞ്ചി, 3 പച്ചമുളക് കീറിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ അരക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ കറിയിൽ വേണ്ട ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർക്കുക. പിന്നെ നേരത്തെ എടുത്ത് വെച്ച തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിവിടെ കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കാണുള്ളൂ. ഇനി മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഉടഞ്ഞു പോവാതെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ മീനൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മീൻകറി ഞാൻ അടച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് മീൻ വരണ്ട് വരണം. ഇപ്പം നമ്മുടെ സ്രാവ് കറിയൊക്കെ ഇവിടെ നന്നായി വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഉലുവ താളിച്ച് വയ്ക്കണം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീൻകറിയിൽ ഉലുവയുടെ നല്ലൊരു സ്മെല്ല് വരും. സ്രാവിലേക്കൊക്കെ പിടിക്കും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. സ്രാവ് കറീൻ്റെ ഒരു ടേസ്റ്റ് അതാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കറി നന്നായിട്ട് കൊഴുത്ത് വരും. അപ്പോൾ നമ്മൾ ഇന്ന് മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ അത് കഴിക്കുമ്പോൾ സ്രാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.